ഹായ് ഫ്രണ്ട്സ്, മൈ ഡ്രീം ഫുഡ് സ്റ്റോറിയിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വക്യൂലിൽ വെച്ച് പൊതിഞ്ഞ് പഴുപ്പിച്ചെടുത്ത നല്ല നാടൻ വരിക്ക മാങ്ങ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അത് വെച്ചിന്നൊരു കിടിലൻ ഐസ്ക്രീം ഉണ്ടാക്കിയാലോ? പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോകാം. നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് സാധനങ്ങൾ വെച്ച് നമുക്കൊരു മാംഗോ ഐസ്ക്രീം വീട്ടിൽ തയ്യാറാക്കാം. നമുക്കിവനെ തോല് കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. നമുക്കിവന്റെ തോല് ആദ്യം ചെത്തിക്കളയാം. ഇനി 8 കട്ട് ചെയ്തപ്പോ തന്നെ നല്ല മണം വരുന്നുണ്ട്. നല്ല നല്ല വരിക്ക മാങ്ങയാണ്. ഐസ്ക്രീമിന് വേണ്ടി ഞാനിവിടെ 3 നല്ല പഴുത്ത മാങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. വളരെ നല്ല കഷ്ണങ്ങളായിട്ട് മുറിച്ചിവിടെ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അലിവത്തുണ്ടം പോലെ ഇരിക്കുന്നത്. ഐസ്ക്രീം ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: 1/2 കപ്പ് പാൽപ്പൊടി, 1/2 കപ്പ് പഞ്ചസാര, ആവശ്യത്തിനുള്ള പാലും. ഈ 4 ഐറ്റവും മതി നമുക്ക് വീട്ടിൽ തന്നെ ഒരു അടിപൊളി ഐസ്ക്രീം തയ്യാറാക്കാം. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കും. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര തട്ടിക്കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1/2 കപ്പ് പാൽപ്പൊടി, ഫ്ലേവറിന് വേണ്ടി ഞാനിവിടെ ഇതിലേക്ക് ഒരു ഏലക്ക ഇവിടെ ഇടുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. നമുക്കിനി ഇവനെ ഒന്ന് നല്ലതുപോലെ ക്രീമി പരുവത്തിന് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ മാങ്ങയും പാലും പാൽപ്പൊടിയും പഞ്ചസാര എല്ലാം അരച്ച് നല്ല ക്രീമി ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടല്ലേ? നമുക്കിതിനെ ഈ ഐസ്ക്രീം ബൗളിലോട്ട് തന്നെ മാറ്റാം. ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ വരിക്ക മാങ്ങയൊക്കെ കിട്ടുമ്പോൾ വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. വളരെ ചെറിയ കുറച്ച് ഐറ്റംസ് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിപ്പോ തയ്യാറാക്കിയത്. അതുപോലെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ലൊരു ഐസ്ക്രീം കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാങ്ങ കിട്ടുമ്പോൾ ഇതൊന്ന് ആദ്യം ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. 3 മാങ്ങ കൊണ്ടതാണ് നമ്മൾ ഈ ഐസ്ക്രീം നമ്മളിവിടെ ചെയ്തെടുത്തത്. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഐസ്ക്രീമിന്റെ അതേ ക്വാണ്ടിറ്റിയിൽ നമുക്കിവിടെ വീട്ടിൽ തന്നെ ഐസ്ക്രീം ചെയ്തെടുക്കാൻ സാധിക്കും. നമുക്കിനി ഇവനെ ഒന്ന് ഫ്രീസറിൽ തണുക്കാൻ വെക്കാം. കുറഞ്ഞത് ഒരു 3 മണിക്കൂറെങ്കിലും നമുക്ക് വെച്ചിരിക്കണം. എങ്കിലേ നമ്മുടെ ഐസ്ക്രീം കറക്റ്റ് പരുവത്തിലാവുള്ളൂ. നമുക്കിന്ന് ഫ്രീസറിലേക്ക് വെക്കാം. 3-4 മണിക്കൂർ ശേഷം നമ്മുടെ ഐസ്ക്രീം ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാനത് തുറന്നു നോക്കുകയാണേ. കണ്ടോ, നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതിനെ ഒന്ന് സ്കൂപ്പ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ 3 മാങ്ങ വെച്ചും വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചാണ് നമ്മൾ ഈ ഐസ്ക്രീം ഇവിടെ തയ്യാറാക്കിയത്. കുഞ്ഞു പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടമാകും. ഇതിൽ വേറെ ഫുഡ് കളറോ കെമിക്കൽസോ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഒരു ഹെൽത്തി ഐസ്ക്രീം കൂടെയാണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.